കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഒരു സാൻഡ്വിച്ച് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇഡ്ഡലിത്തട്ടിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി 3 വറ്റൽമുളകും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും പുരട്ടി വെച്ചേക്കണതാണ്. മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനും മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ചീസ്, ലേശം ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇതില്ലാത്തവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. സവോള കുരുകുരാന്ന് അരിഞ്ഞത്, പകുതി ക്യാപ്സിക്കം അരിഞ്ഞത്, ലെറ്റ്യൂസ് കുരുകുരാന്ന് അരിഞ്ഞത്. ഞാനിവിടെ ഇത്രയും പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. പരച്ചെടുത്ത സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ഇതിട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാൻ അതുപോലെ തന്നെ ഒരു ബ്രെഡിലേക്കും ഫില്ല് ചെയ്ത് വയ്ക്കുകയാണ്. ഒരു പാനിലേക്ക് ലേശം ബട്ടർ തൂത്ത് കൊടുക്കാം. ഈ ബ്രെഡ് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം അങ്ങനെ ഞാനും ഉണ്ടാക്കി ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ ഇതുപോലെ ബ്രെഡിലോ ചപ്പാത്തിക്കകത്തോ ഫില്ല് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ചിക്കൻ സാൻഡ്വിച്ച് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. വീഡിയോ കാണാൻ താങ്ക് യു.